ഉടനെ ജോയിൻ ചെയ്യേണ്ടി വരും. ആർമിയിലൊക്കെ ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹായ്. ഇപ്പം നമ്മുടെ ഈ സ്കൂളിലേക്ക് ഇനാഗുറേഷൻ നടന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ബിഗ് ബോസിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷന് എത്തിച്ചേരുന്നത്. അതെ, ഞാൻ ആക്ച്വലി ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ബിബിക്ക് ഒരു 3 മാസം നാട്ടിലേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇത്രയും വലിയൊരു ക്രൗഡിന്റെ അടുത്തൊരു ഇവന്റിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ട് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. സോ ഭയങ്കര ഭയങ്കര സന്തോഷം. ഒരു കാര്യം ചോദിക്കട്ടെ, ഓ അല്ല, ഈ സ്കൂളിലല്ല പഠിച്ചത്. എന്റെ നാട് ഇവിടെയാണ്. ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെയാണ്. ഈ സ്കൂളിൽ വരണ ആദ്യമായിട്ടാണ്. പക്ഷെ സ്കൂളിലെ ഇനാഗുറേഷൻ വരുമ്പോൾ ഭയങ്കര സന്തോഷാ. ഇതിനു മുന്നേ ഒരുപാട് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കുറച്ച് നാള് ബിഗ് ബോസിന് ശേഷം ഒരു ഇനാഗുറേഷന് പങ്കെടുക്കുന്നത് ഇത് ആദ്യമായിട്ടാ. അപ്പൊ ഇതൊരു വലിയൊരു തുടക്കമാവട്ടെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കുറേ സ്നേഹമുള്ള ആൾക്കാരുടെ അടുത്താ ഞാൻ വന്നത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. തുടക്കം അവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ. ടീച്ചർ പറയുന്നത് കേട്ടു, ഉം. പോലീസ് ട്യൂഷനായിരുന്നു. പോലീസിലേക്ക് ചേരുക ആ, എന്നുള്ളൊരു ഞാൻ ഞാൻ പണ്ട് പഠിക്കുമ്പോൾ NCCക്ക് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ആർമിയിലൊക്കെ ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് NCCക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷം ഇഷ്ടമാണ്. പക്ഷെ എത്രത്തോളം അവിടെ എനിക്ക് പ്രാവർത്തികമാണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അച്ഛൻ മരിച്ചതിന് ശേഷം ആ ജോബിന് ഞാൻ അപ്ലിക്കേഷൻ കൊടുത്ത് ഗവൺമെന്റ് ഓർഡർ ഒക്കെ ആയി. ഉടനെ ജോയിൻ ചെയ്യേണ്ടി വരും. പോലീസായിട്ടായിരിക്കില്ല, ഓഫീസിലായിരിക്കും ജോയിൻ ചെയ്യുന്നത്.